അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങും നമ്മുടെ അരിപ്പൊടിയും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു 4 മണി പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഒന്ന് നമുക്ക് ഉപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ആറിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തോണ്ട് വരാം നമുക്ക്. നമ്മളപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എന്താ പറയുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേക്കുന്ന. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാവേ. ഗരം മസാല, ഒരു സ്വല്പം ഗരം മസാല, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പം ഇത്ര സാധനം നമ്മൾ പൊടിയായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കുണ്ടല്ലോ നമ്മുടെ ഇനി ഉപ്പ് ചേർക്കണം. അതിനുശേഷം നമുക്ക് ഈ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ 3 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്തുമാത്രം വേണമെന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ വേണം ചെയ്തെടുക്കാവേ. അപ്പോൾ അത് നമ്മളിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കുറേശ്ശെയായിട്ട് പൊടിയിട്ട് ഒരു നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു പരുവം പോലെ ആക്കിയെടുക്കണം. വെള്ളമൊന്നും നമ്മൾ ഇനിയും ചേർക്കുന്നില്ല. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമില്ലേ അതിൽ തന്നെ നമുക്ക് ഞെരടി വേണം ആക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല എന്താ പറയുന്നത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത്. നമ്മളപ്പോൾ അതേ മാവ് കുഴച്ച് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു എന്താ പറയുന്നത് മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ നിറം കൂടെ ആയപ്പോഴത്തേക്ക് കാണാനും നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെറിയൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ചീനച്ചട്ടിക്കകത്ത് നമ്മൾ എളുപ്പം പണി തീർക്കാൻ വേണ്ടി നമ്മൾ എണ്ണയും കൂടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരുപാട് വലിപ്പമായിരുന്നു. ഒരുപാട് വലിപ്പമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊക്കെ വരാനായിട്ട് ഒരു താമസം വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം വലിപ്പത്തിൽ അപ്പം ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടി റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കാര്യം ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുക്കാനായിട്ട് വലിയ താമസമൊന്നുമില്ല. ഒരു കുക്കറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ചടപ്പടയെന്ന് വേവിച്ചെടുക്കാം. വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് 4 മണിക്ക് ഒരു അടിപൊളി ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി റെഡിയാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ഉരുളകൾ റെഡിയായി ഇവിടെ തയ്യാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇട്ടിട്ട് പതുക്കെ ഒന്ന് എന്താ പറയുന്നത് വറുത്തൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മൾ സിമ്മിലാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത്. ഒത്തിരി തീയിൽ വേണ്ട. അപ്പം അകം ഇത് വേകാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് മൂത്ത് വരികയും വേണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇട്ട സംഭവം നല്ല അടിപൊളി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരിയാൽ മാറ്റാം. നല്ല ബോള് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇത് മാറ്റിയിട്ട് ഇനി നമ്മൾ ബാക്കി നമ്മൾ ചെയ്ത് വെച്ച സംഭവം കൂടി ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ ഉരുളക്കിഴങ്ങും എന്താ പറയുന്നത് നമ്മുടെ അരിപ്പൊടിയും കൂടെ വെച്ചിട്ട് ഈ സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റേ മല്ലിയിലേക്ക് വേണം ചേർക്കാൻ കേട്ടോ. പക്ഷെ മല്ലിയിലേക്കാളും നല്ലത് കറിവേപ്പിലയാണ്. മല്ലിയില ചിലപ്പോൾ ഉണ്ടല്ലോ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം അതിന് ഇച്ചിരി കട്ടി കുറവാണല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില ആക്കിയത്. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില യൂസ് ചെയ്യാവേ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല. അടിപൊളി സാധനം 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെയോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് 1-2 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. സംഭവം നന്നായിട്ട് റെഡി ഒരു എന്താ പറയുക വായു കിടക്കാത്ത പാത്രത്തിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പോളാണ്. അതെ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ ഒന്ന് താഴത്തെ കമൻറ്റായിട്ടൊന്ന് എഴുതുക. പിന്നെ എന്താ പറയുന്നത് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഓൺ ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ തോന്നുകയാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ വേറൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ.
give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. I gotta let this